നമസ്കാരം. ഓം 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 ഓം. കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 16. ഇപ്പോൾ ശ്രീരാമൻ പ്രകൃതിയുടെ ആകർഷകത്വത്തെപ്പറ്റി സഹോദരനോടും പത്നിയോടും വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം മഞ്ഞു മൂടിയിരിക്കുന്നു, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നീർക്കാക്കകൾ പോലും കരക്കിരിക്കുന്നതല്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, അത്രമാത്രം തണുപ്പാണ് അവിടെ. അതുപോലെ പൂക്കളില്ലാതെ ഇരിക്കുന്ന വൃക്ഷങ്ങൾ നിന്ന് ഉറങ്ങുകയാണെന്ന് തോന്നും വൃക്ഷങ്ങളെ നോക്കിയാൽ. നദിയിലെ വെള്ളം ഒട്ടും കാണുന്നില്ല, മഞ്ഞു മൂടിക്കിടക്കുന്നുണ്ട്. പക്ഷേ അത് നദിയാണെന്നറിയുന്നത് സാരസങ്ങളുടെ കൂജനം കൊണ്ട് മാത്രമാണ്. അതുപോലെ താമരപ്പൊയ്കകൾ ചുക്കിച്ചുളിഞ്ഞ് ഉള്ള ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തണ്ടു മാത്രം അവശേഷിച്ച് താമരകൾ മാത്രം ഉള്ളവയായതിനാൽ അതിനൊട്ടും ഭംഗിയില്ലാതായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ശ്രീരാമൻ പ്രകൃതി വർണ്ണന നടത്തുകയാണ്. ശ്ലോകം 27. അസ്മിൻസ്തു പുരുഷവ്യാഘ കാലേ ദുഃഖസമന്വിതഃ തപശ്ശരതി ധർമാത്മാ ത്വത്ഭക്ത്യാ ഭരതപുരീം. 27ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഹേമന്ത ഋതുവിൽ നഗരത്തിൽ ഭരതനും ദുഃഖിതനായി അങ്ങയിൽ ഭക്തിയോടുകൂടി ധർമാത്മാവായി തപസ് ചെയ്യുകയായിരിക്കും. ശ്ലോകം 28. ത്യക്ത്വാ രാജ്യം ച മാനം ച ഭോഗാംശ വിവിധാൻ ബഹൂൻ തപസ്വീ നിയതാഹാര ശേതേ ശീതേ മഹീതലേ. സ്ഥാനവും മാനവും സകല ഭോഗങ്ങളും ത്യജിച്ച് നിയതാഹാരനായി തപസ്വിയായി തണുത്ത നിലത്ത് കിടക്കുന്നവനായിരിക്കും ഇപ്പോൾ ഭരതൻ. ശ്ലോകം 29. സോപി വേലാമിമാം നൂനം അഭിഷേകാർത്ഥമുദ്യതഃ വ്രത പ്രകൃതിഭിർനിത്യം പ്രയാതി സരയൂം നദീം. അദ്ദേഹവും ഈ നേരത്ത് പരിവാരത്തോടെ പതിവായി സരയൂ നദിയിലേക്ക് കുളിക്കാൻ പോകുന്നുണ്ടാകും. ശ്ലോകം 30. അത്യന്ത സുഖസംവൃദ്ധ സുകുമാരോ ഹിമാർദിതഃ കഥം ത്വപരരാത്രേഷു സരയൂമവഗാഹതേ. വളരെ വലിയ സുഖത്തിൽ വളർന്നു പോന്നവനും സുകുമാരനുമായ അദ്ദേഹം മഞ്ഞുകൊണ്ട് തണുത്തു വിറച്ച് പുലർവേളകളിൽ എങ്ങനെ സരയൂ നദിയിലിറങ്ങി മുങ്ങും. ശ്ലോകം 31, 32. പത്മപത്രേക്ഷണ ശ്യാമ ശ്രീമാൻ നിരുദരോ മഹാൻ ധർമ്മജ്ഞ സത്യവാദീ ച ഹൃനീഷേവോ ജിതേന്ദ്രിയഃ. ശ്ലോകം 32. പ്രിയാഭിഭാഷീ മധുരോ ദീർഘബാഹുരരിംദമഃ സംത്യജ്യ വിവിധാൻ സൗഖ്യാൻ ആര്യം സർവാത്മനാശ്രിതഃ. 31, 32 ശ്ലോകങ്ങളുടെ അർത്ഥം: പത്മപത്രാക്ഷൻ, ശ്യാമനിറമുള്ളവൻ, ശ്രീമാൻ, കൃശോദരൻ, മഹാൻ, ധർമ്മജ്ഞൻ, സത്യവാദി, ലജ്ഞാലു, ജിതേന്ദ്രിയൻ, പ്രിയം പറയുന്നവൻ, മധുരശീലൻ, ദീർഘബാഹു, ശത്രുജയൻ
എല്ലാ സൗഖ്യങ്ങളും പരിത്യജിച്ച് സർവാൽപന ജ്യേഷ്ഠനെ തന്നെ ശരണം തേടുന്നവനാണ് ഭരതൻ. ശ്ലോകം 33. ജിത സ്വർഗസ്തവ ഭ്രാത ഭരതേന മഹാത്മനാഹ വനസ്ഥം അപി താപസ്യേ യസ്ത്വാം അനുവിധീയതേ. ഇങ്ങനെയുള്ള ഭരതൻ വനത്തിൽ വസിക്കുന്ന ഭവാനെ തപസ്സിൽ അനുവർത്തിക്കുന്ന മഹാത്മാവായ ഭ്രാതാവ് സ്വർഗം കീഴടക്കി കഴിഞ്ഞു. ശ്ലോകം 34. ന പിത്യമനുവർദ്ധന്തേ മാതൃകം ദ്വിപദായിതി ഖ്യാതോ ലോകപ്രവാദോയം ഭരതേനന്യഥാ കൃതം. അല്ലയോ ദ്വിപദ, ഇരുകാലികൾ അല്ലെങ്കിൽ മനുഷ്യർ മാതാവിൻ്റെ സ്വഭാവത്തോടെ പിറക്കുന്നു. പിതാവിൻ്റെ അല്ല എന്നുള്ള പ്രസിദ്ധമായ ചൊല്ല് ഭരതൻ നിരർത്ഥകമാക്കി. 34 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.